സ്വന്തം അമ്മായിയപ്പൻ ജീവനോടെ കത്തിച്ചു കളയാൻ ഉത്തരവിട്ട ഒരു സ്ത്രീ. വ്യഭിചാരിണി എന്ന് മുദ്രകുത്തപ്പെട്ട് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തപ്പെട്ടവൾ. എന്നാൽ കനൽ വഴികൾ താണ്ടി അവൾ ചെയ്ത ഒരു കാര്യം അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. അതെ, യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ സ്വന്തം പേര് ചേർത്തു വെച്ച ബൈബിളിലെ ഏറ്റവും വിപ്ലവകാരിയായ സ്ത്രീ താമർ. ആരായിരുന്നു അവൾ? എന്തായിരുന്നു ലോകത്തെ ഞെട്ടിച്ച അവളുടെ ആ രഹസ്യ നീക്കം? ചരിത്രത്തിന്റെ താളുകളിലേക്ക് സ്വാഗതം. വെൽക്കം ടു യേശു നല്ല ഇടയൻ, ഹിസ്റ്ററി ഓഫ് ബൈബിൾ. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ വീഡിയോ കാണുന്ന 95% പേരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ഫോളോ ചെയ്യുന്നില്ല. ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. കഥ തുടങ്ങുന്നത് കാനാൻ ദേശത്താണ്. ഇസ്രയേലിന്റെ ഗോത്രപിതാവായ യാക്കോബിന്റെ 4ാമത്തെ മകനായിരുന്നു യഹൂദ. യഹൂദയുടെ മൂത്ത മകനായ ഏരിന്റെ ഭാര്യയായാണ് താമർ ആ കുടുംബത്തിലേക്ക് വരുന്നത്. താമർ ഒരു കാനാന്യ സ്ത്രീയായിരുന്നു. സന്തോഷത്തോടെ ഒരു ദാമ്പത്യം അവൾ സ്വപ്നം കണ്ടു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ബൈബിൾ പറയുന്നത് ഏര് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നു എന്നാണ്. അതിന്റെ ഫലമായി അവൻ പെട്ടെന്ന് മരണപ്പെട്ടു. താമർ അകാലത്തിൽ വിധവയായി. അന്നത്തെ കാലത്ത് ഒരു ഭർത്താവ് മരിച്ചാൽ ആ വംശം നിലനിർത്താൻ വേണ്ടി ഭർത്താവിന്റെ സഹോദരൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കണം. അങ്ങനെ യഹൂദയുടെ 2ാമത്തെ മകനായ ഓനാൻ താമറിനെ ഭാര്യയായി സ്വീകരിച്ചു. എന്നാൽ ഓനാൻ സ്വാർത്ഥനായിരുന്നു. താമറിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് തന്റെ ജ്യേഷ്ഠന്റെ പേര് വരുമെന്ന് മനസ്സിലാക്കിയ അവൻ താമറിനെ ഗർഭം ധരിക്കാൻ അനുവദിച്ചില്ല. ഈ വഞ്ചന ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഓനാനും മരണപ്പെട്ടു. 2 ആൺമക്കളെ നഷ്ടപ്പെട്ട അമ്മായിയപ്പൻ യഹൂദ ഭയന്നുപോയി. താമർ ഒരു അപശകുനമാണെന്ന് അവൻ കരുതി. തന്റെ 3ാമത്തെ മകനായ ശേലയെയും അവൾ കൊന്നുകളയുമോ എന്നായിരുന്നു അവന്റെ പേടി. യഹൂദ താമറിനോട് പറഞ്ഞു, മോളെ, ശേല ചെറുപ്പമാണ്. അവൻ വലുതാകുന്നത് വരെ നീ നിന്റെ അപ്പന്റെ വീട്ടിൽ പോയി വിധവയായി ജീവിക്കുക. വർഷങ്ങൾ കടന്നുപോയി. ശേല വളർന്ന് വലിയ ആളായി. എന്നാൽ യഹൂദ അവനെ താമറിന് വിവാഹം കഴിച്ചു കൊടുത്തില്ല. തന്നെ യഹൂദ ചതിക്കുകയാണെന്ന് താമർ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലത്ത് വിധവയായ മക്കളില്ലാത്ത ഒരു സ്ത്രീയുടെ ജീവിതം നരകതുല്യമാണ്. അവൾക്ക് സമൂഹത്തിൽ യാതൊരു വിലയുമില്ല. ഇവിടെയാണ് താമർ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടത്തിന് മുതിരുന്നത്. ഒരു ദിവസം യഹൂദ തന്റെ ആടുകളെ രോമം കത്രിക്കുന്നതിനായി തിമ്നോത്ത് എന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ടെന്ന് താമർ അറിഞ്ഞു. യഹൂദയുടെ ഭാര്യയും അപ്പോഴേക്കും മരിച്ചിരുന്നു. താമർ തന്റെ വിധവാ വസ്ത്രങ്ങളെല്ലാം മാറ്റി ഒരു വശീകരണ വസ്ത്രം ധരിച്ച് മുഖം പൂർണ്ണമായി മൂടി വഴിയിൽ കാത്തിരുന്നു. വഴിയിലൂടെ വന്ന യഹൂദ മുഖം മൂടിയ അവളെ ഒരു വേശ്യയാണെന്ന് തെറ്റിദ്ധരിച്ചു. അവൻ അവളുടെ അടുത്ത് ചെന്ന് കൂലിയായി ഒരു ആട്ടിൻകുട്ടിയെ തരാമെന്ന് ഏറ്റു. എന്നാൽ താമർ ബുദ്ധിമതിയായിരുന്നു. അവൾ പറഞ്ഞു, ആട്ടിൻകുട്ടിയെ എത്തിക്കുന്നതുവരെ എനിക്ക് എന്തെങ്കിലും ഉറപ്പ് തരണം. യഹൂദ തന്റെ കയ്യിലെ മുദ്രമോതിരവും അതിന്റെ ചരടും വടിയും അവൾക്ക് ഉറപ്പായി നൽകി. അവർ ഒന്നിച്ച് ശയിച്ചു. അവൾ ഗർഭിണിയായി. പിന്നീട് യഹൂദ ആളെ വിട്ട് അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്ത്രീയെ ആരും കണ്ടിട്ടില്ലായിരുന്നു. നാണക്കേട് ഭയന്ന് യഹൂദ ആ വിഷയം അവിടെ വിട്ടു. 3 മാസങ്ങൾക്ക് ശേഷം യഹൂദ ഒരു വാർത്ത അറിഞ്ഞു. നിന്റെ മരുമകൾ താമർ ഗർഭിണിയാണ്. അവൾ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. കോപാകുലനായ യഹൂദ കൽപ്പിച്ചു, അവളെ പുറത്തു കൊണ്ടുവരിക. അവൾ ചെയ്ത തെറ്റിന് അവളെ ജീവനോടെ ചുട്ടുകൊല്ലുക. മരണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും താമർ കുലുങ്ങിയില്ല. അവൾ യഹൂദയുടെ അടുത്തേക്ക് ആളയച്ചു. കൂടെ ആ മോതിരവും വടിയും കൊടുത്തുവിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ സാധനങ്ങളുടെ ഉടമസ്ഥൻ ആരാണോ അയാളാലാണ് ഞാൻ ഗർഭിണിയായത്. ഇതാരുടെയാണെന്ന് ഒന്ന് നോക്കൂ. തന്റെ സ്വന്തം മോതിരവും വടിയും കണ്ട് യഹൂദ തരിച്ചുപോയി. അവൻ പരസ്യമായി സമ്മതിച്ചു, അവൾ എന്നേക്കാൾ നീതിമതിയാണ്. കാരണം ഞാൻ എന്റെ മകനായ ശേലയെ അവൾക്ക് കൊടുത്തില്ല. താമർ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. താമർ പ്രസവിച്ചത് ഇരട്ട കുട്ടികളെയായിരുന്നു, പേരസ്, സേരഹ്. ഇതിൽ പേരസിന്റെ വംശാവലിയിലാണ് പിന്നീട് ദാവീദ് രാജാവും നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശുക്രിസ്തു ജനിക്കുന്നത്. പുരുഷന്മാർ മാത്രം ഭരിച്ചിരുന്ന സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുവായി കണ്ട ആ കാലഘട്ടത്തിൽ നീതിക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് പോരാടിയവളാണ് താമർ. അതുകൊണ്ടാണ് ബൈബിളിലെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ വംശാവലി എഴുതിയപ്പോൾ ഒരു കാനാന്യ സ്ത്രീ ആയിരുന്നിട്ടും താമറിന്റെ പേര് അവിടെ പ്രത്യേകം ചേർത്ത് വെച്ചത്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ താമർ കാണിച്ച ആ ധീരതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി.